വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? എന്തോന്ന് അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ നന്നായി പോയി. അത് നന്നായി പോയി. കഷ്ടപ്പെട്ട് ചിരിക്കണ്ടടാ, തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാൽ മതി അല്ലേ? അത് എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. തിയേറ്ററിൽ ഓടാനല്ലേ നമ്മള്, തിയേറ്ററിൽ ഓടാനാണല്ലോ. മാത്രമല്ല വേറെ എവിടെ ഓടാതെ എന്നോട് നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത് പ്രതിഭയാണ്, പ്രതിഭാസമാണ്. കണ്ടില്ലല്ലേ? കണ്ടില്ല. അപ്പൊ ഞാന് എന്തായാലും ഞാനത് ആ പടം കാണുന്നു. കരുതറിയോ, ഞാൻ തള്ളി മറിച്ചതിന്റെ ആധിക്യം എത്ര ഉണ്ടെന്ന് അറിയാൻ. എന്തായി സംഗതി? ഏറ്റുമുട്ടി. പക്ഷെ തിയേറ്ററിൽ നിന്ന് പോയി ആ പടം തീർന്നു പോയി. അല്ല, OTT കിടക്കല്ലേ. അപ്പൊ അവിടെ എന്തോ ഒരു അവിടെ അല്ല, ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. കണ്ടില്ലേ, പപ്പ ഭയങ്കര തമാശക്കാരനാ. അത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞോ? സത്യം പറഞ്ഞു. അത് അപകടമായി കാണുമല്ലോ. അത് ചെറിയ അപകടമായിട്ട് ചേട്ടൻ ഉടക്കി വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ചെറിയ രീതിയിൽ. അല്ല, മാത്രമല്ല ഈ OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ. വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സാറിന് എങ്ങനെ, നിങ്ങളുടെ ഒരു രീതി എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. തൊലഞ്ഞാ പോരെ, എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വരണത്? അതെ, അതിന്റെ ഭാഗമായിട്ട് ഇവിടത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ തെണ്ടി ചെക്കൻ ഇങ്ങോട്ട് അയച്ചത്. പടം ഇറക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് നേരത്തോട് പറഞ്ഞത്? അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാര് ഇഷ്ടമായി, OTT വന്നപ്പോഴേക്കും അത് മാറി മറിഞ്ഞു. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? മാത്രമല്ല, ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ഞാൻ അതിന് നമ്മള് തള്ളി മറിച്ചതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴെങ്കിലും സത്യം പറയണല്ലോ. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ, നിനക്കറിയില്ലേ? സാധാരണ ധ്യാനും വിനീതും ഒക്കെ ചില ഇന്റർവ്യൂകളൊക്കെ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഇന്റർവ്യൂ ഇരിക്കുമ്പം ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും തമാശയും ഒക്കെ വിനീത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഇത് മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല. ധ്യാൻ വിനീതിനോട് വളരെ മുഖത്ത് നോക്കി ഒരു അഭിപ്രായം പറഞ്ഞാലേ അവിടെ നിന്നുള്ള റിയാക്ഷൻ അങ്ങനെ മിണ്ടാതങ്ങ് പോകും. അത് എനിക്ക് അത്രയും വില നൽകിയിരുന്നില്ല. ഇല്ല, ഈ അപകടം എങ്ങനെ പറ്റി? അത് ഒരു പൂർവ്വകാല ചരിത്രമാണ്. ഇപ്പൊ ഈ നമ്മുടെ OTT വെച്ചിട്ട് ചേട്ടനെ കയറി തേച്ച് കേട്ടോ. അത് ഞാൻ തേച്ചതല്ല. ധ്യാൻ ഇന്റർവ്യൂ കയറി സംഭവം അടിച്ചില്ലേ? അല്ല, അത് ജനങ്ങള് തേച്ചപ്പോഴേക്കും അവരുടെ കൂടെ കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.